പട്ടാമ്പി മരുതൂരിൽ വൻ ചന്ദനവേട്ട. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 236 കിലോ ചന്ദനവുമായി കരിമ്പുഴ ശ്രീകൃഷ്ണപുരം സ്വദേശികളായ രണ്ടുപേരെ ഒറ്റപ്പാലം റേഞ്ച് വനംവകുപ്പ് പിടികൂടി. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ഒന്നാം പ്രതി കരിമ്പുഴ ആറ്റാശ്ശേരി കുടമല വീട്ടിൽ 32-കാരനായ മുഹമ്മദ് സക്കീർ, മൂന്നാം പ്രതി ശ്രീകൃഷ്ണപുരം പനിയത്തൊടി വീട്ടിൽ 41-കാരനായ ബാബു എന്നിവരെയാണ് ഒറ്റപ്പാലം വനം റേഞ്ച് ഓഫീസർ KP ജിനേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. മുഹമ്മദ് സക്കീറിന്റെ സഹോദരൻ മുഹമ്മദ് സജീറാണ് ഓടി രക്ഷപ്പെട്ടത്. കേസിൽ ഇയാൾ രണ്ടാം പ്രതിയാണ്. വനം വകുപ്പിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് വ്യാഴാഴ്ചയാണ് പട്ടാമ്പി മരുതൂരിൽ മുഹമ്മദ് സക്കീർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് സംഘം എത്തിയത്. വനംവകുപ്പ് എത്തിയപ്പോൾ 3 പേരും ചന്ദനം ചെത്തിയൊരുക്കുന്ന പ്രവൃത്തി നടത്തുകയായിരുന്നു. വനംവകുപ്പിനെ കണ്ടപ്പോൾ ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും 2 പേരെ പിടികൂടുകയും ഒരാൾ ഓടി രക്ഷപ്പെടുകയും ആയിരുന്നു. ചെത്തിയ രീതിയിലും ചന്ദനത്തടികളും ചീളുകളുമായി 236 കിലോ ചന്ദനമാണ് പിടികൂടിയത്. വീടിനുള്ളിലുള്ള മുറിയിലും വീടിനോട് ചേർന്നുള്ള ചായ്പിലും ഓട്ടോറിക്ഷയിലുമാണ് ചന്ദനം സൂക്ഷിച്ചിരുന്നത്. ചന്ദനം കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ഒരു പാസഞ്ചർ ഓട്ടോറിക്ഷയും ഒരു പെട്ടി ഓട്ടോറിക്ഷയും ചന്ദനം വെട്ടാൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു. ഓടി രക്ഷപ്പെട്ട മുഹമ്മദ് സജീറിനെ ഉടൻ പിടികൂടുമെന്ന് ഒറ്റപ്പാലം വനം റേഞ്ച് ഓഫീസർ KP ജിനേഷ് പറഞ്ഞു. ഒരു വീട്ടിൽ ചന്ദനം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാഫ് നമ്മളവിടെ എത്തുകയും ബഹുമാനപ്പെട്ട പാലക്കാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസറുടെ വാറണ്ട് പ്രകാരം വീടും പരിസരവും സെർച്ച് ചെയ്തിട്ടുണ്ട്. 3 പേര് കൂടിയിട്ട് ചന്ദനങ്ങൾ ചെത്തി ഒരുക്കുന്ന പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുക. ലൈവായിട്ട് ചന്ദനം ചെത്തി ഒരുക്കുമ്പോൾ നമ്മൾ ഇതുവരെ ഒരാൾ ഓടിപ്പോയി. പിടിച്ച പ്രതികൾ മുഹമ്മദ് സക്കീർ ആറ്റാശ്ശേരി സ്വദേശി, രണ്ടാം പ്രതി മുഹമ്മദ് സജീർ ആറ്റാശ്ശേരി സ്വദേശി. മുഹമ്മദ് സക്കീറിൻ്റെ സഹോദരനാണ് മുഹമ്മദ് സജീർ. മൂന്നാമത്തെ പ്രതി ബാബു ശ്രീകൃഷ്ണപുരം. അപ്പോൾ ഈ 3 പ്രതികളിൽ സജീർ ആണ് ഓടിപ്പോയിട്ടുള്ളത്. 2 പ്രതികളെ നമുക്ക് പിടികൂടാൻ പറ്റും. മൂന്നാമത്തെ പ്രതി നമ്മൾ ഉടനെ പിടിക്കും. അവിടെ നിന്ന് നമുക്ക് ചന്ദനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചന്ദനം ചെത്തിയ രീതിയിലുള്ളതും ചെത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ളതും ചീളുകളും 2 വാഹനങ്ങളും. ഇത് ചെത്തിയ ചന്ദനം ഒരു ഓട്ടോറിക്ഷയിൽ ആർക്കോ വിൽക്കാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞ് വെച്ച രൂപത്തിലും, ബാക്കിയുള്ളത് കുറച്ച് ചന്ദനം ബുക്സിലും കുറച്ച് ആ വീട്ടിൽ നിന്നും അതിൻ്റെ വീടിനോട് ചെറിയ ചായപ്പിലും ഒക്കെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പ്രതികളെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കും. ഒറ്റപ്പാലം വനം റേഞ്ച് ഓഫീസർ KP ജിനേഷ്, NK ഗിരീഷ്, K വിനൂപ്, M സഞ്ജു, KG സനോജ്, B ദീപ, ET അയ്യൂബ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.